നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ട അടിപൊളി കളിയായിരുന്നു മലയാളികൾ എല്ലാവരും അഭിമാനത്തിലെത്തിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ഇന്ത്യ സ്വന്തമാക്കിയ മത്സരം. 4 മത്സര പരമ്പരയിൽ 3-1 ഇന്ത്യയുടെ ജയം നേടിയെടുത്തത് എന്ന് പറയേണ്ടി വരും. ദക്ഷിണാഫ്രിക്കയിൽ വിജയക്കൊടി പാറിച്ച ഇന്ത്യൻ ചരിത്രം രചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്ന ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: സഞ്ജു സാംസൺ. ഋഷഭ് പന്തിനേക്കാളും മുകളിലാണ് സഞ്ജു സാംസൺ എന്ന് പറയപ്പെടുമ്പോഴും ഇപ്പോൾ ഋഷഭിന്റെ സ്ഥാനം ഒട്ടും പുറകിലല്ല എന്ന് പറയുന്നുണ്ട്. ഋഷഭ് പന്ത് ഇനി വരുന്ന IPL മുംബൈയിലെ താരമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഋഷഭ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ നിന്ന് അദ്ദേഹം മുംബൈയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ തന്നെ പറയുന്നു. ഋഷഭിനെ അങ്ങനെ മാറ്റി നിർത്താനാകില്ല എന്നും അദ്ദേഹം ഒരു മികച്ച താരം തന്നെയാണെന്നും പറയുന്നു. ആദ്യ ബോൾ മുതൽ തന്നെ ആക്രമിക്കാനുള്ള ഒരു ആസക്തി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മികച്ച ഒരു ബാറ്ററായും അതുപോലെ വിക്കറ്റ് കീപ്പറായും പറയുന്നത്. MS ധോണി കഴിഞ്ഞാൽ പിന്നെ ടീമിനെ നയിക്കാനും വിക്കറ്റ് കീപ്പറിന്റെ സ്ഥാനത്ത് ഒരാളെ നിർത്താനും ഇപ്പോൾ ടീമിന് പന്തിനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും പന്തിനെ തന്നെയാണ് കയ്യടി നേടിയിട്ടുള്ളത്. വലിയൊരു ആക്സിഡന്റ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവൻ പോലും എടുക്കാൻ പോകുന്ന ഒരു ആക്സിഡന്റ് നടന്നിട്ടും അദ്ദേഹം പിന്നീട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ കാണുന്ന സ്റ്റാമിനയിലും പാറ്റേണിലും തിരിച്ചെത്തി. ഫോമിൽ തിരിച്ചെത്താൻ വളരെ പ്രയാസമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതത്തെ പോലും അദ്ദേഹം മറികടന്നുകൊണ്ട് ആരോഗ്യത്തെ എല്ലാം വീണ്ടെടുത്തുകൊണ്ടായിരുന്നു ഋഷഭ് പന്ത് വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അന്ന് മുതൽ തന്നെ ഋഷഭ് പന്തിന്റെ ആ ഊർജ്ജസ്വലമായ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി. ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ കഴിയുന്ന താരങ്ങൾ വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യൻ ടീമിൽ. അത് വളരെയധികം വേണ്ട ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. T20 അടക്കമുള്ള കാര്യങ്ങളിൽ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ഇനി IPL വരികയാണെങ്കിൽ പോലും മുംബൈ ഇന്ത്യൻസ് കവർന്നെടുക്കാൻ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയുന്നു. സഞ്ജു സാംസനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും വാഴ്ത്തിപ്പാടുന്നത്. സമ്മതിച്ചു, സഞ്ജു കഴിഞ്ഞ 2 കളികളിലും ഡക്കായിരുന്നുവെങ്കിലും ഈ കളി കൊണ്ട് അദ്ദേഹം ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സഞ്ജുവിനെ എപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ പ്രൈം മെമ്പറാണ്. അവിടെ നിന്ന് സഞ്ജുവിനെ മാറ്റുന്ന കാര്യം നമുക്ക് ആലോചിക്കുക പോലും വേണ്ട. സഞ്ജു മാറത്തുമില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അവിടെയാണ് ഋഷഭ് പന്തിന്റെ ഏറ്റവും വലിയ മുൻഗണന. ടീമുകൾ തമ്മിൽ മത്സരമായിരിക്കും ഇനി ഋഷഭ് പന്തിനെ തിരിച്ചു പിടിക്കാനായി. ഋഷഭ് പന്തിന് ആരുടെ കൂടെ പോകുമെന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. രോഹിത്തും ഹർദിക്കും തമ്മിലുള്ള ഉടക്ക് കാരണം മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ വർഷം തന്നെ സീസണിലെ പ്ലേ ഓഫ് പോലും കാണാതെ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ വർഷത്തെ IPL മുംബൈയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഋഷഭ് പന്ത് എത്തുമോ എന്നുള്ളത് ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പരമ്പരയിൽ 2 സെഞ്ചുറി ഉൾപ്പെടെ സഞ്ജു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമ്പോഴും സഞ്ജുവിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം തുണച്ചത് പിച്ചാണ് എന്ന് പോലും പലരും പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനത്തിന് കാരണമായി മാറിയതും ഇപ്പോൾ ഹീറോയായി മാറാൻ സഞ്ജുവിന് സാധിച്ചതും ഒക്കെ തന്നെയും അതിന്റെ പിച്ചിന്റെ കാര്യം കൂടിയാണ് മുൻകരുതലായി എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഋഷഭ് പന്താണ് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ എന്ന് പറയാം. എന്നാൽ സമീപകാല പ്രകടനം വിലയിരുത്തി സഞ്ജു സാംസണിനെ ഇന്ത്യ T20 പ്രധാന കീപ്പറാക്കുമെന്നുള്ള പൊതുവെയുള്ള അഭിപ്രായം നിലവിലുണ്ട്. എന്നാൽ ഋഷഭ് പന്തിനെ നമുക്ക് അങ്ങനെ തഴയാൻ സാധിക്കില്ല. സഞ്ജുവിനെ ഇന്ത്യയുടെ T20 1-ാം നമ്പർ കീപ്പറാക്കാൻ ഈ പ്രകടനം കൊണ്ട് കഴിയില്ല എന്നതും ഇതിനൊരു പ്ലസ് പോയിന്റ് കൂടിയാണ്. ഇതിന് ചില കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സഞ്ജുവിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇക്കഴിഞ്ഞ 4 കളിയിൽ തന്നെ ഇതിന് ധാരാളമാണ്. ഇന്ത്യ 3 കളികൾ ജയിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇന്ത്യ വളരെയധികം സ്കോറുകൾ ഉയർത്തിയിട്ടുണ്ടാകാം. എന്നാൽ നടുക്കുള്ള 2 കളികൾ എടുത്ത് നോക്കിയാൽ ഡക്കാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കുമ്പോൾ ഒരു വിക്കറ്റ് കീപ്പറായി മാത്രം എടുക്കാൻ സാധിക്കില്ല. വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നമ്മൾ മുൻകരുതലായി എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു താരം എന്ന് എല്ലാവരും സഞ്ജുവിനെ കുറിച്ച് പറയാറുണ്ട്. ആരാധകർ പോലും പറയാറുണ്ട്. ആദ്യ ബോൾ മുതൽ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഒരു ആസക്തി സഞ്ജുവിനും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ഡക്കായി പോകുന്ന സഞ്ജുവിനെയാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാവരും വീഴ്ത്തുന്ന ഒരാളാണ് സഞ്ജു. ആരാധകർ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് സഞ്ജു സാംസനെ ഉയർന്നു കണ്ടത് ഇപ്പോഴാണെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. ഇതിനു മുൻപ് എപ്പോഴൊക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സഞ്ജു പൊയ്ക്കൊണ്ടിരുന്നത്. സഞ്ജുവിനെ ഋഷഭിനേക്കാൾ മികച്ചവനാക്കി വിലയിരുത്താൻ സാധിക്കില്ല എന്നത് വസ്തുത തന്നെയാണ്. സഞ്ജു സാംസണിന്റെ സമീപകാലത്തെ 3 സെഞ്ചുറികളും ഫ്ലാറ്റ് പിച്ചിൽ തന്നെയായിരുന്നു. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിലാണ് ഇത് സംഭവിച്ചത്. ദക്ഷിണാഫ്രിക്കയിലും ലഭിച്ചത് ചെറിയ പുല്ല് നിറഞ്ഞ ഫ്ലാറ്റ് പിച്ചാണ്. ഇവിടെ ബൗളർമാർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് സഞ്ജുവിന് പ്ലസ് പോയിന്റായി മാറിയത്. ഇതിനെ മുതലാക്കി കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. ഇത് മനസ്സിലാക്കി കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. അത് സഞ്ജുവിന്റെ കഴിവ് തന്നെയാണ്. ഇത് ഇങ്ങനത്തെ പിച്ചാണ് എന്നും ബൗളർമാർക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ട് എന്നും ഒരു അതിക്രമിച്ച് കയറാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതൊക്കെ തന്നെയും സഞ്ജു മനസ്സിലാക്കി സഞ്ജു അതിനനുസരിച്ച് കളിച്ചു, സമ്മതിച്ചു.
അതല്ലാതെ സഞ്ജുവിന് ഇനി കൂടുതൽ കളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. 2 മത്സരത്തിൽ തിലക് വർമ്മയും സെഞ്ചുറി നേടിയത് നമ്മൾ കണ്ടതാണ്. ഈ പ്രകടനം സഞ്ജുവിനേക്കാൾ മികച്ചതായിരുന്നു. ഫോമിൽ നിൽക്കുന്ന ഏത് ബാറ്റ്സ്മാനും ആയിരുന്നു സഞ്ജുവിനേക്കാൾ മികച്ച പ്രകടനമായിരുന്നു എന്ന് വേണം പറയാൻ. ഫോമിൽ നിൽക്കുന്ന ഏത് ബാറ്റ്സ്മാനും കസറാവുന്ന പിച്ചാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത് എന്ന് എല്ലാവരും വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട്. സ്വിംഗ് ലഭിക്കുന്ന പിച്ചിലും ടേണിംഗ് പിച്ചിലും സഞ്ജു ദുരന്തമാണ് എന്ന് പറയുന്നു. ശ്രീലങ്കയ്ക്കെതിരെ ഇത് കണ്ടതുമാണ്. ബംഗ്ലാദേശ് ദുർബലരായ നിരയായതിനാൽ തന്നെ ഈ സെഞ്ചുറി പ്രകടനം അതിഗംഭീരമെന്ന് പറയാനുമാകില്ല. ദക്ഷിണാഫ്രിക്കയോടുള്ള സെഞ്ചുറി പ്രകടനങ്ങൾ കൊണ്ട് തന്നെ ഋഷഭിനേക്കാൾ മികച്ചവനെന്ന് പറയാനും ആകില്ല. സഞ്ജു സാംസന്റെ 3 സെഞ്ചുറികൾ നോക്കുമ്പോൾ തന്നെ എതിർ ടീമിന്റെ ബൗളിംഗ് നിര ദുർബലമായിരുന്നുവെന്ന് വ്യക്തമാണ്. ബംഗ്ലാദേശിനെതിരെ സഞ്ജു സെഞ്ചുറി നേടിയത് ദുർബല ബൗളിംഗ് നിരക്കിലേക്കാണ്. ദക്ഷിണാഫ്രിക്കയുടെ പേസ് നിരയിൽ തന്നെ മാർക്കോ യാഡ്സൺ, ജെറാൾഡോ കോയിറ്റ്സ് എന്നിവർ തന്നെ മാത്രമായിരുന്നു എടുത്തു പറയാനുണ്ടായിരുന്നത്. മികച്ച ബൗളിംഗ് കരുത്തുള്ള ടീമിനെതിരെ സഞ്ജു ഇപ്പോഴും ദുർബലനാണ് എടുത്തു പറയണം. പൂർണ്ണ താരനിരയോടെ തന്നെ സഞ്ജുവിനെ നമുക്ക് എടുത്താനാകില്ല. അടുത്തതായി ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ പരമ്പര വരുന്നുണ്ട്. ഇംഗ്ലണ്ട് ശക്തമായ താരനിരയുള്ള ടീമാണ്. പ്രത്യേകിച്ച് ബൗളിംഗ് നിര തന്നെ ഭയക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയാം. ബൗളിംഗ് നിരയും ശക്തമായതിനാൽ തന്നെ സഞ്ജുവിന് അവിടെ മികവ് കാട്ടാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാം. എന്നാൽ അത് വിശ്വസിക്കാനാകുന്നില്ല എന്ന് കൂടി പറയണം. സഞ്ജുവിന്റെ സ്ഥിരത ഇപ്പോഴും പ്രശ്നമായിട്ടുള്ള സാഹചര്യത്തിലും അദ്ദേഹം ഇങ്ങനെ ഫ്ലാറ്റ് പിച്ചിൽ മാത്രം കസറുന്ന ഒരു സാഹചര്യം ഉള്ളിടത്തും കൊണ്ട് തന്നെ ഇംഗ്ലണ്ടുമായുള്ള കളിയിൽ ഇംഗ്ലണ്ടിന്റെ പിച്ചിൽ എങ്ങനെ സഞ്ജു ബോളുകൾ നേരിടുമെന്നത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞ പോലെ പന്തിന്റെ ഏറ്റവും വലിയ മികവ് നമ്മൾ കാണേണ്ടത്. ഏത് പിച്ചിലായാലും ഏത് ബോളായാലും പന്ത് ഫോമിലാണോ അടിച്ച് പറപ്പിച്ചിരിക്കും. ഒറ്റ നിമിഷം കൊണ്ട് തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങളും അതുപോലെ തന്നെ ഷോട്ടുകളും പായിപ്പിക്കാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് ഋഷഭ് പന്ത് എന്ന് നമുക്ക് പറയാം. താരം ഡെക്കിൽ അവസാനിക്കുന്ന കളികൾ വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ വിശ്വസ്തനായി തന്നെ പറയാനും സാധിക്കില്ല. എന്നാൽ അവിടെ പന്തിനെ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാം. ഈ കളിയിൽ എപ്പോൾ വേണമെങ്കിലും ആരാണെങ്കിലും ഡക്കാവാം. ഓർമ്മിച്ച് കളിച്ചില്ലെങ്കിൽ, പ്ലാൻ ചെയ്ത് കളിച്ചില്ലെങ്കിൽ ഡക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സഞ്ജു കൂടുതൽ സമയം ഡക്കാവാൻ സാധ്യത കൂടുതലുള്ളൊരു പ്ലെയറും കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്ലെയർ കൂടിയാണ്. ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട് പോലും തിരിച്ചു വരവിൽ പോലും പന്ത് പഴയതിനേക്കാൾ ഉള്ള ഫോമിലാണുള്ളതെന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ ഇടയ്ക്ക് മാത്രമാണ് പന്തിനെ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഘടകം മുന്നോട്ട് പോകുമ്പോൾ തന്നെ സഞ്ജുവിനേക്കാൾ മികച്ചത് ഋഷഭ് തന്നെയാണെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നു. സഞ്ജുവിന്റെ ആരാധകർ പോലും ഇത് സമ്മതിക്കുന്നതാണ്. മലയാളികളായ നമ്മൾ പോലും ഇത് സമ്മതിക്കും. സഞ്ജുവിന്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ പിച്ച് കണ്ടനുസരിച്ച് സഞ്ജു കളിച്ചെന്ന് വരാം. പക്ഷേ അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി വല്ലാതെ തന്നെ എല്ലാവരും ബാധിപ്പിക്കുന്നുണ്ട്.